ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മൈ ഡ്രീം മാളൂട്ടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീക്കെൻഡ് ആയിട്ട് പുറത്തേക്കൊന്ന് ഇറങ്ങിയേക്കുമായിട്ട് ഫാമിലി ഫ്രണ്ട്സും എല്ലാവരുമായിട്ടുണ്ട്. നമ്മൾ വന്നിരിക്കുന്നത് ഇന്ന് 1947 റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ സാധാരണ റെസ്റ്റോറൻറ്റ് പോലെയല്ല കേട്ടോ. ഫ്രണ്ടിൽ തന്നെ നല്ല ഡെക്കറേഷനൊക്കെ ഉണ്ട്, പിരങ്കിയൊക്കെ വെച്ച് നല്ല ചെടികളൊക്കെ വെച്ച് ഒരു വലിയ വരാന്ത. പിന്നെ നമ്മളിത് ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്നത് ഇന്ത്യയുടെ 1906 മുതലുള്ള ഫ്ലാഗുകളുടെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കയറി ചെല്ലുമ്പോൾ അതൊരു എവിടെയും കാണാത്ത ഒരു സംഭവമായിരുന്നു കേട്ടോ. ഇപ്പം നിലവിൽ നമ്മുടെ ലാസ്റ്റ് വരുന്ന ഫ്ലാഗ് വരെ, ഇപ്പം നമുക്ക് നിലവിലുള്ള ഫ്ലാഗ് വരെയുള്ള വിശദീകരണങ്ങളും അതിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങളുമാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു പഴമയും പുതുമയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഹോട്ടലാട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു, ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട വന്നു. കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തിട്ടാട്ടോ നമുക്കിത് ഇവിടെ സീറ്റ് കിട്ടി. അപ്പോൾ എല്ലാവർക്കും അവർ സീറ്റ് അറേഞ്ച് ചെയ്ത് തന്നു കേട്ടോ. എല്ലാവർക്കും ഇരിക്കാൻ പാകത്തിന് സെറ്റാക്കി തന്നു. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്യാനായിട്ട് എല്ലാവരും കൂടി ഇരിക്കാനായിട്ടോ. ഫോട്ടോ അല്ലേ വീഡിയോ ഒരു ഹായ് പറഞ്ഞാൽ മതി. അപ്പൂസ ഹായ് പറഞ്ഞേ, ഹായ് പറ, ഹായ് പറ. ഇങ്ങനെ വീക്കെൻഡിൽ നമ്മൾ ഇവിടുത്തെ എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുക, ബീച്ചിലൊക്കെ ഒന്ന് പോകുക, അതിനുശേഷം വന്ന് നമ്മൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ പതിവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് പുറത്തിറങ്ങാനേ ഒരു നിവൃത്തിയില്ലാത്ത പോലെയാട്ടോ ചൂട്. പുറത്തിറങ്ങാൻ ഒരു രക്ഷയില്ല. ഈ സമയമായിട്ടും വരെ നല്ല ചൂടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിന്ന് പുറത്തൊന്നും പോയില്ല. ഡയറക്റ്റ് നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ഹോട്ടലിലേക്കാണ് ഇറങ്ങിയത്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് ചിക്കൻ വന്നു കേട്ടോ. ചിക്കൻ സ്റ്റാർട്ടപ്പായിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ആയിരുന്നു പറഞ്ഞ 2 സെറ്റ്. അത് കഴിച്ച് തീരണതിന് മുന്നേ തന്നെ എല്ലാം വന്നു കേട്ടോ. ഭക്ഷണം വരാനായിട്ട് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല. അപ്പോൾ 3 കറികളും പൊറോട്ട, അപ്പം, പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് റൈസ്, ഫ്രൈഡ് റൈസ് ഒരു സെറ്റ് മേടിച്ചിരുന്നു. അപ്പം അങ്ങനെ മേടിച്ച് എല്ലാവരും ഷെയർ ഇട്ട് കഴിക്കുക. അതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ പതിവ്. എല്ലാത്തിനും എല്ലാവരും ഷെയർ ഇട്ട് കഴിക്കും കേട്ടോ. ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. ഈ ഒരു ഇങ്ങനെയുള്ള ഈവനിങ് ഞങ്ങൾക്ക് വളരെ സന്തോഷം തരുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം. ഞങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞു, വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് നമ്മൾ വീട്ടിലിരുന്ന് കഴിക്കും പോലെയല്ലോ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് പുറത്ത് പോയിരുന്ന് കഴിക്കണതും. പിന്നെ ചില സമയങ്ങളിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒരു റൂമിൽ സെറ്റാക്കിയിട്ട് അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ കൂടി ചേർന്നിരുന്ന് ഒരു ഫുഡ് ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു, സൂപ്പർ ഫുഡായിരുന്നു. ഇവിടെ കണ്ടോ ഇങ്ങനെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ബോട്ടിൽ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി കേട്ടോ. അടിപൊളിയായിരുന്നു അതും. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ബില്ലൊക്കെ കൊടുത്ത്, നമുക്ക് ബില്ല് കൊടുക്കാൻ നേരത്ത് ഈ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ജീരകം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എപ്പോൾ എവിടെ ഉണ്ടെങ്കിലും അതെടുത്ത് കഴിക്കും. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇനി എന്താണ് അടുത്ത നാളത്തെ പ്രോഗ്രാം എന്ന് ചർച്ചയിലാണ്. അപ്പോൾ നമ്മുടെ ചർച്ചയുടെ അവസാനം നാളെ നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിൽ എല്ലാവരും കൂടെ കൂടി ചേർന്ന് എല്ലാവരും കൂടെ ഫുഡ് ഉണ്ടാക്കി സന്തോഷമായിട്ട് ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് നാളത്തെ ദിവസം ചിലവഴിക്കാനാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത്. കാരണം ചൂടാണ്, നമുക്ക് പുറത്തൊരു സ്ഥലത്തേക്ക് പോകാനുള്ള ആ ഒരു അന്തരീക്ഷമല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാനായിട്ട് ലുലുവിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ലുലുവിൽ ഇന്ന് ഇവിടെ നാളത്തേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ പർച്ചേസ് ചെയ്യും കേട്ടോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും പർച്ചേസ് ചെയ്ത് തീർന്നു. അപ്പോൾ ഇനി നാളത്തെ പ്രോഗ്രാമാണുള്ളത്. ഇന്നത്തെ പ്രോഗ്രാമൊക്കെ തീർന്നു, ഇനി നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.